ട്രംപും നെതന്യാഹുവും തലകുത്തി മറിഞ്ഞാലും ഇറാനിൽ നിന്നുള്ള അതിശക്തമായ തിരിച്ചടിയും ഇറാന്റെ പ്രതികാരവും തടയാനാകില്ല. ഇറാനിൽ നിന്നുള്ള തിരിച്ചടി ഒഴിവാക്കാൻ ഇപ്പോഴീ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും കഴിയില്ലെന്ന് ഓരോ മണിക്കൂർ പിന്നിടുന്തോറും കൂടുതൽ വ്യക്തമാവുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് US ഇറാനിൽ ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ അതേപോലെ തന്നെ തീവ്രമാണ് ഇറാന്റെ തിരിച്ചടി. ഇറാനിൽ മാത്രമാണ് ട്രംപിന്റെ ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഇറാൻ ആകട്ടെ 6 ഗൾഫ് രാജ്യങ്ങളും ഹോർമൂസും ഇസ്രായേലും ഒരേ സമയം ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണമാണ് തുടങ്ങിയിരിക്കുന്നത്. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ജോർദാൻ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിർണായക ആക്രമണങ്ങൾ ആരംഭിച്ചുവെന്നും അത് ഇനിയും തീവ്രമാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആകട്ടെ ഇറാനിലേക്കുള്ള US ആക്രമണത്തെ ഇതുവരെ കാണാത്ത വിധം തീവ്രമായതെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ തെക്കൻ തീരത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം അമേരിക്ക സ്ഫോടനങ്ങൾ നടത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇറാനെ തളർത്താനോ തകർക്കാനോ പിന്തിരിപ്പിക്കാനോ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മൂന്നാം ഘട്ട ആക്രമണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ആക്രമണത്തിലും തുടക്കം മുതലേ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഏറുകയാണ്. ഇറാന്റെ പ്രതിരോധം അതിശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും അവസാനത്തെ ആക്രമണ പരമ്പര സൈപ്രസ് പതാക വഹിക്കുന്ന ഒരു കപ്പലിന് നേരെയായിരുന്നു. ഈ കപ്പൽ ഹോർമൂസിന്റെ ദക്ഷിണ തീരത്തു കൂടിയായിരുന്നു സഞ്ചരിക്കുന്നത്. അതായത് ഇറാനോട് ചേർന്ന തീരമല്ല, മറിച്ച് ഒമാനോടും UAEയോടും ചേർന്ന തീരത്തുകൂടെ എന്ന് ചുരുക്കം. ഇത് അമേരിക്ക ഇറാന് നൽകിയ ഉറപ്പിലും കരാറിനും വിരുദ്ധമാണ്. ഇറാനോട് ചേർന്നുള്ള തീരത്തുകൂടി സഞ്ചരിക്കാനാണ് ഇറാൻ ഹോർമൂസ് തുറന്നു നൽകിയിരിക്കുന്നത്. അതിനു വിരുദ്ധമായി ഇറാന്റെ നിയന്ത്രണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കപ്പലുകൾ മറ്റു വഴികളെ ആശ്രയിച്ചത്. ഇതിൽ പ്രകോപിതരായി ഇറാൻ ആ കപ്പൽ ആക്രമിക്കുകയായിരുന്നു. ഒമാന്റെ കിഴക്ക് ഭാഗത്തോട് ചേർന്ന് ഒമാന്റെ ഉൾക്കടലിൽ വെച്ചായിരുന്നു കപ്പലിന് നേരെ ആക്രമണം. പ്രകോപിതനായ ട്രംപ് ഇതിന് പിന്നാലെ ഇറാന്റെ 140 കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് അവകാശപ്പെടുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരുപക്ഷം പിടിച്ച് സംസാരിക്കുക അസാധ്യമാണ്. എന്നാൽ വസ്തുതകൾ പറയാതെയും പോകരുത്. ഇപ്പോൾ നടക്കുന്ന മൂന്നാം ഘട്ട യുദ്ധം അല്ലെങ്കിൽ ആക്രമണം തീർച്ചയായും ഒഴിവാക്കാമായിരുന്നു. അമേരിക്കയാണ് കരാറിലെ സുപ്രധാനമായ 5 നിർദ്ദേശങ്ങൾ ലംഘിച്ച് കരാർ ലംഘനം നടത്തിയതെന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഹോർമൂസിൽ നിയന്ത്രണം സ്ഥാപിക്കാൻ അമേരിക്ക സ്വീകരിച്ച കുതന്ത്രങ്ങളാണ് സ്ഥിതിഗതികൾ ഗുരുതരമാക്കിയതെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തങ്ങളുടെ സ്വാധീന മേഖല ആയിരിക്കണം എന്നത് തന്നെയാണ് ഇറാന്റെ സ്റ്റാൻഡ്. അതിലെ കപ്പലുകൾക്ക് കടന്നു പോകാം, അതായത് വെടിനിർത്തൽ കാലാവധിയിൽ കപ്പലുകൾക്ക് കടന്നു പോകാം. പക്ഷേ ഇറാന്റെ അനുമതി ഉണ്ടാകണം. ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെ വേണം കപ്പലുകൾ കടന്നു പോകാൻ. മറ്റൊരു പാത സ്വീകരിച്ചാൽ തങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കും. അവരുടെ സുരക്ഷിതത്വം തങ്ങളുടെ ചുമതലയല്ല. ഇത് ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന് വിരുദ്ധമായി അമേരിക്ക പ്രവർത്തിച്ചു. അതിന് പ്രതികരണമുണ്ടായി എന്ന നിലയിലാണ് ഇറാൻ നീങ്ങുന്നത്. പക്ഷെ അതേസമയം ഇങ്ങനെയൊക്കെ പറയാൻ ഇറാൻ അവകാശമുണ്ടോ എന്നത് മറ്റൊരു തർക്ക വിഷയമാണ്. അതുകൊണ്ട് തന്നെ കരാർ പ്രകാരം ഇറാൻ നിർദ്ദേശിച്ച പാത വിട്ട് മറ്റൊരു മറുപാതയിലൂടെ കപ്പലുകൾ എന്തിനു പോകണം? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഹോർമൂസ് പിടിക്കാനുള്ള ട്രംപിന്റെ ഈ കുതന്ത്രത്തിനെതിരെയാണ് വാസ്തവത്തിൽ ഇറാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ മാത്രം കുത്തകയായി ഹോർമൂസിനെ നിലനിർത്താൻ അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ തയ്യാറാവില്ല. അതുകൊണ്ട് മറ്റു പാതകൾ വേണം. എല്ലാം ഹോർമൂസിലൂടെ തന്നെയാണെങ്കിൽ പോലും കുറച്ചുകൂടി സദേൺ മേഖലയോട് ചേർന്ന റൂട്ടാണ് ബദൽ പാതയായി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെയും ഇറാൻ പിടിമുറുക്കിയതോടെ ഹോർമൂസിന് മറ്റൊരു വഴിയും അമേരിക്കയ്ക്ക് മുന്നിൽ ഇല്ല എന്ന് തെളിയിക്കുകയാണ്. അതായത് ഇറാൻ പറയുന്നതിന് വിരുദ്ധമായി ഇനിയും പ്രവർത്തിക്കാനാണ് ഭാവമെങ്കിൽ ഹോർമൂസ് എന്നേക്കുമായി ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി മാറുമെന്ന് ചുരുക്കം. ഇപ്പോൾ സൈപ്രസ് പതാക വഹിച്ച ആ കപ്പൽ കൃത്യമായി ആക്രമിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എഞ്ചിൻ റൂം കത്തിപ്പോവുകയും ചെയ്തു. ഈ കപ്പലിൽ ഇന്ത്യൻ നാവികരും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ ശക്തമായ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഹോർമൂസിലെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന ആവശ്യം. എന്നാൽ കപ്പലുകൾ ഹോർമൂസ് കടന്നാലും അത് ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലല്ല എങ്കിൽ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണ് ഇറാൻ ഈ ആക്രമണത്തിലൂടെ അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഹോർമൂസിൽ ഇറാൻ പറയുന്നതാണ് നിയമം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയേണ്ടി വരും. ഇനി ഇറാൻ യുദ്ധം ചെയ്ത് തളർത്തി ഇറാൻ പിടിച്ചെടുക്കാമെന്നാണ് അമേരിക്ക തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഇപ്പോൾ നടത്തുന്ന ഈ യുദ്ധമൊന്നും പോരാതെ വരുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇറാന്റെ പക്കൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്.
വലിയ തോതിൽ ആയുധ സംഭരണശാലകൾ ഇറാനിലുണ്ട്. അത് മിക്കതും ഇറാന്റെ ദക്ഷിണ ഭാഗത്താണ്. അതുകൊണ്ടാണ് ബദർ അബ്ബാസ് എന്ന തന്ത്രപ്രധാനമായ തുറമുഖ നഗരത്തിന് നേരെ US ആക്രമണം കടുപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാന്റെ പ്രതിരോധത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു തുറമുഖ നഗരമായ സിറിക്, അതുപോലെ തെക്ക് ഭാഗത്തുള്ള ഹോർമോസിന് അഭിമുഖമായി നിൽക്കുന്ന പേർഷ്യൻ ഗൾഫിലുള്ള ഇറാന്റെ മറ്റു തുറമുഖങ്ങൾ എന്നിവയെല്ലാം US-ന്റെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. മിസൈലുകളുടെ താവളങ്ങൾ, മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭ അറകൾ, മിസൈലുകൾ വിന്യസിക്കുന്ന ലോഞ്ച് പാഡുകൾ, മാത്രമല്ല ഡ്രോണുകൾ നിയന്ത്രിക്കുന്ന സെന്റേഴ്സ് എന്നിവയെല്ലാം അമേരിക്ക ആക്രമിക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് മിസൈലുകൾ മാത്രമല്ല, ഡ്രോണുകളാണ് പലപ്പോഴും ആക്രമണങ്ങൾ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവയെല്ലാം ഒറ്റയടിക്ക് തകർക്കാനാണ് US-ന്റെ നീക്കം. അതുകൊണ്ടാണ് 140 കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി അമേരിക്ക ആക്രമണം നടത്തിയത്. പക്ഷെ എന്നിട്ടും ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ തുടരുക തന്നെയാണ്. ഇത് ട്രംപിനുണ്ടാകുന്ന അങ്കലാപ്പും ആശങ്കയും ചെറുതല്ല. ഇത്രയധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടും തുടർച്ചയായി ഇറാൻ വീണ്ടും കപ്പലുകളെ ആക്രമിക്കുന്നുവെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ആ അർത്ഥം ഇതാണ്: ഹോർമൂസ് ആണ് തങ്ങളുടെ അവസാന ആശ്രയം, തങ്ങളുടെ തുറുപ്പ് ചീട്ട. ഹോർമൂസ് ആണ് തങ്ങളുടെ ഭാവി തന്നെ. ഹോർമൂസ് എന്ന അച്ചുതണ്ടിന് ചുറ്റുമായിരിക്കുമെന്ന് ഇറാൻ തിരിച്ചറിയുന്നു എന്ന് തന്നെ. ഭാവിയിൽ ഇറാനിയൻ നയതന്ത്രം കറങ്ങാൻ പോകുന്നത് ഹോർമൂസ് കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും. അതിനർത്ഥം ഹോർമൂസ് ഇനി ഒരിക്കലും പഴയതുപോലെ സ്വതന്ത്ര കപ്പൽ പാതയാകില്ല എന്ന് തന്നെ. ഒരുപക്ഷെ ഇനി ഇതുവഴി കപ്പൽ കടന്നു പോകണമെങ്കിൽ ഏത് രാജ്യത്തു നിന്നുള്ള കപ്പലായാലും തങ്ങൾക്ക് ചുങ്കം നൽകണമെന്ന നിയമം ഇറാൻ പ്രാവർത്തികമാക്കും. തങ്ങൾക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് കുറവും താല്പര്യമില്ലാത്ത രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചുങ്കം പിരിക്കാനും വേണ്ടി വന്നാൽ തടയാനുമൊക്കെയുള്ള അവകാശമായിരിക്കണം ഇറാൻ പദ്ധതിയിൽ വെച്ചിരിക്കുന്നത്. ട്രംപിനത് അനുസരിക്കേണ്ടി വരും. നെതന്യാഹു അത് നോക്കി നെടുവീർപ്പിടും. അല്ലാതെ മറ്റൊന്നും ഈ യുദ്ധം കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്: ഈ യുദ്ധത്തിന്റെ പ്രാഥമിക വിഷയം ആണവ വിഷയമായിരുന്നു. യുദ്ധ നേട്ടങ്ങളായി അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിരുന്നത് ഇറാന്റെ ഭരണമാറ്റവും നിരായുധീകരണവും ഒക്കെ ആയിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. സകലതും ഹോർമൂസിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ വെല്ലുവിളിയും ഹോർമൂസിലേക്ക് മാത്രമായി ചുരുക്കാൻ ഇറാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും വിഷയം മുഴുവൻ ആക്രമണം, പ്രത്യാക്രമണം, നയതന്ത്രം, ചർച്ചകൾ എല്ലാം തന്നെ ഹോർമൂസ് എന്ന കല്ലിൽ മാത്രം തട്ടി നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം ലോകശക്തികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലും അമേരിക്കയും ഇറാനു മുന്നിൽ തോറ്റമ്പിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇറാനെ തീർക്കാൻ ഇറങ്ങിയ ഒടുവിൽ ഹോർമൂസിന്റെ കരയിലിരുന്ന് കരയേണ്ട ഗതികേടിലേക്ക് നെതന്യാഹുവും ട്രംപും എത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയം. ആയതുള്ള അലി ഖാംനി രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പേ വൃത്തിയായി പറഞ്ഞിരുന്നു: യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചാൽ പിന്നെ അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അത് എപ്പോൾ അവസാനിക്കണമെന്നും തീരുമാനിക്കുന്നതും ഞങ്ങളായിരിക്കുമെന്ന്, അതായത് ഇറാൻ ആയിരിക്കുമെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാനും ഇറാന്റെ പ്രതിരോധം അവസാനിപ്പിക്കാനും ഒരേ ഒരു വഴിയെ ട്രംപിന് മുന്നിൽ ഇനിയുള്ളൂ. അത് ഇറാൻ പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ്. ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും നെതന്യാഹുവിന്റെ കുതന്ത്രവും ഒന്നും ഇറാനെ തകർക്കാൻ പോരാതെ വരുമെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്.